RRB NTPC ആപ്ലിക്കേഷനിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിരുത്തലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RRB NTPC അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഈ ഒരു ചേഞ്ച് RRBയുടെ നോട്ടിഫിക്കേഷനിൽ വന്ന ഈ ഒരു ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കുറേ ആൾക്കാർ RRB NTPC ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പല സംശയങ്ങൾ, സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല സംശയങ്ങളും അതുപോലെ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മുടെ ചാനലുകളിൽ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ പല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് ഇന്ന് പബ്ലിഷ് ചെയ്തൊരു അപ്ഡേറ്റ് ആണ്, അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ കറൻറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനൊരു നോട്ടീസ് RRBയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ്സിൻ്റെത് 5/2024 എന്ന പേരിൽ വെബ്സൈറ്റിൽ 13-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഒരു ചെറിയ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്നാണ് ഇവർ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു PDF പറഞ്ഞിരിക്കുന്നത്. അതായത് RRB NTPC ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനിൽ ഒരു ചെറിയ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അമെൻമെൻറ്റ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 4 പോയിന്റുകളായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫോട്ടോസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് RRB NTPCയുടെ ഓൺലൈൻ കോഴ്സ് ദിശ അക്കാഡമിയുടെ ആപ്പിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവായിട്ടും ആ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡഡ് ആയിട്ടും അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സും റെയിൽവേയുടെ ഫൗണ്ടേഷൻ കോഴ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ ഈ RRB NTPCയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സംശയങ്ങൾ അറിയാൻ വേണ്ടി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എൻക്വയറി ചെയ്യുക. അതുമല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയായിരിക്കും ഈ ഒരു കോഴ്സ് നടക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്തോളുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് ആണ് ഈ RRB NTPC ആപ്ലിക്കേഷനിൽ വന്ന അമെൻമെൻ്റ് ആണ്. അതായത് നോട്ടിഫിക്കേഷൻ്റെ D15.0 എന്ന് പറയുന്ന ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ പേജ് നമ്പർ 25 ബുള്ളറ്റ് പോയിന്റ് നമ്പർ 1 അതിൽ ആദ്യം വന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യമാണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫിനെ പറ്റി JPG ഇമേജ് ഓഫ് സൈസ് 20 കിലോബൈറ്റ് ടു 50 കിലോബൈറ്റ് ആയിരുന്നു അലോ ചെയ്തിരുന്നത്. പ്ലീസ് റെഫർ പാരാഡി എന്ന് പറഞ്ഞ് ഇത്രയും ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നേരത്തെ ഇനിഷ്യലി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലകത്ത് ഉണ്ടായിരുന്ന ഒരു പാർട്ടാണ് കാണുന്നത്. അത് ചേഞ്ച് ചെയ്ത്, അത് അമെൻഡ് ചെയ്ത് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഒരു ചേഞ്ച് ഉള്ളതാണ് രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത്. അതായത് അലോ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് JPG ഇമേജ് തന്നെയാണ്. 30 കിലോബൈറ്റിനും 70 കിലോബൈറ്റിനും ഇടയിലുള്ള ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. ആദ്യത്തെ പോയിന്റ് ഹൗ ടു അപ്ലൈയിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് സൈസിലാണ് മാറ്റം വന്നിരിക്കുന്നത്. രണ്ടാമത്തത് ഹൗ ടു അപ്ലൈ 15.0 പേജ് നമ്പർ 25 ആണ്. കാൻഡിഡേറ്റ് സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമെൻമെൻ്റ് ആണ് രണ്ടാമത്തതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇനിഷ്യലി ആദ്യം വന്ന നോട്ടിഫിക്കേഷനിൽ 10 കിലോബൈറ്റിനും 40 കിലോബൈറ്റിനും ഇടയിലുള്ള ഇമേജ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്ന അമെൻമെൻ്റ് അനുസരിച്ചിട്ട് 30 കിലോബൈറ്റിനും 70 കിലോബൈറ്റിനും ഇടയിലുള്ള ഇമേജ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരുപക്ഷെ 10-20 കിലോബൈറ്റ് സൈസ് ഉള്ളൊരു ഇമേജ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിലും വലിയ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. 30 കിലോബൈറ്റിന് മുകളിലുള്ള ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു അമെൻമെൻറ്റ് കാണാതെ ചെറിയ സൈസിലുള്ള ഇമേജ് ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും മാറ്റം വരുത്തിയിട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് വന്നിരിക്കുന്ന 30 കിലോബൈറ്റിനും 70 കിലോബൈറ്റിനും ഇടയിലുള്ള ഇമേജ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫുമായിട്ടും അതുപോലെ തന്നെ സിഗ്നേച്ചറുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു റീസൺ മാത്രം മതിയാവും ഒരുപക്ഷെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഈ ഒരു അമെൻമെൻറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഹൗ ടു അപ്ലൈയിൽ പേജ് നമ്പർ 25 SC/ST സർട്ടിഫിക്കറ്റ്. അപ്പോൾ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഫ്രീ ട്രാവൽ പാസ് SC/ST കാറ്റഗറി ഉണ്ടെന്നറിയാം. അപ്പോൾ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് JPG ഇമേജ് തന്നെയാണ്. 50 കിലോബൈറ്റ് ടു 100 കിലോബൈറ്റ് ആയിരുന്നു നേരത്തെ അലോ ചെയ്തിരുന്ന ഇമേജ് സൈസ്. ഇപ്പോൾ അത് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് പറയുന്നുണ്ട് SC/ST സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റ് ഓഫ് സൈസ് PDF ഫോർമാറ്റിൽ വേണമെന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ അത് JPG ഇമേജ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് PDF ഫോർമാറ്റ് ആണ് ഓഫ് സൈസ് അപ് ടു 500 കിലോബൈറ്റ്. 500 കിലോബൈറ്റ് വരെയുള്ള സൈസിലുള്ള
ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതായത് JPG സർട്ടിഫിക്കറ്റ് ആയിരുന്നു ആദ്യം പറഞ്ഞത്, ഇപ്പോൾ അത് PDF സർട്ടിഫിക്കറ്റിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നു. ഇനി 4ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. സ്ക്രൈബ് ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് 4ാമത്തെ അമെൻമെന്റ്. അവിടെ പറയുന്നത് JPG ഇമേജ് ഓഫ് സൈസ് 20 KB to 50 KB ആണ് സ്ക്രൈബ് ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിഷ്യലി തന്നിരുന്ന റെസൊല്യൂഷൻ. ഇപ്പോൾ അത് വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. സ്ക്രൈബ് ഫോട്ടോ JPG ഇമേജ് ഓഫ് സൈസ് 30 KB 70 KB ഇടയിലുള്ള സൈസിലുള്ള സ്ക്രൈബ് ഫോട്ടോ ആയിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നിങ്ങൾ ഇത് അറിയാതെ ഒരുപക്ഷെ അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ ഈ ഒരു ഒറ്റ കാരണം മതിയായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ. അതുകൊണ്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മനസ്സിലാക്കി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങളെല്ലാം അകറ്റിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വരണം, ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ കറൻറ്റ്ലി അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. പറ്റുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.